ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം പല സംഭവങ്ങൾ നടന്നു. ഇത്രയും വേദനയായിരുന്നു. ഹലോ, നമ്മളിന്ന് കാണിക്കാൻ പോവാണ് 6 വീക്സിലുള്ള റിവ്യൂ ആണ്. പക്ഷെ നമ്മൾ 8 വീക്സ് ആയി. അന്നിന് കരീനെ ആറ്റാനില്ലേ? ആറ്റാനില്ലേ? ഏട്ടൻ വരയ്ക്കാണ്. അയ്യോ, നമ്മള് 6 വീക്സില് റിവ്യൂ പറഞ്ഞിരുന്നു. എന്റേത് കുഞ്ഞിൻ്റെത് കാണിച്ചു കഴിഞ്ഞ്, പക്ഷെ കുഞ്ഞിന്റെ ഒരു സ്കാൻ ഉണ്ടെന്ന്. അതാണ് ഏറ്റവും പേടിയല്ലേ. ആള് കരയോന്നുള്ള പേടിയാണ്. തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിന്. 8 വീക്സ് കഴിഞ്ഞ് ഇപ്പോഴാണ് പോവാൻ പറ്റിയത്. ഉറക്കില്ലായ്മയും മൂത്താളെ സ്കൂളും പിന്നെ മൂത്താക്ക് വയ്യ. ബബുഷിക്ക് വയ്യാലോ. ഷുഗർ ഇല്ലാത്ത കുട്ടിയാണല്ലേ. ചുമയും പനിയും ഒക്കെയാണ്. ഷുഗർ ഇല്ലാത്ത കുട്ടിയാന്ന് ബാബു പറയല്. സ്കൂളിൽ പോകാനൊന്നും വയ്യ അത്ര, ഷുഗർ ഇല്ല അത്ര. കുറച്ചുകൂടി ഒന്ന് മാറിയിട്ട് വിടാന്ന് വിചാരിച്ച് നിക്കാണ്. എന്താ പറ്റിയത്? നിറച്ച് വയറിളക്കം. ഒരു പ്രാവല്ല, പല പ്രാവിന് ലൂസ് മോഷൻ ആയതാണ് കൂട്ടത്തോടെ. എന്നാ അതൊന്ന് വാഷ് ചെയ്യാമായിരുന്നു. നമ്മൾ കാർ കേറിയപ്പോഴാണല്ലോ ഇത് കണ്ടത്. കാർ വെക്കുന്നവരെ ഈ ഒരു സംഭവം പ്രശ്നമില്ലായിരുന്നു അല്ലേ. ഗൈസ്, അച്ചാമ്മ പറഞ്ഞത് കേട്ടോ? എന്താ അച്ചാമ്മ ഒന്നുകൂടി പറയൂ. പ്രാവിന്റെ പോട്ടി വൈറ്റ് കളറിലുള്ളത് അരിമണി കഴിക്കുന്നതുകൊണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3 മിനിറ്റ് ആണ് ഉള്ളത് അല്ലേ ഹോസ്പിറ്റലിലേക്ക്. എന്നിട്ടും നമ്മള് ലേറ്റ് ആയി. നമ്മള് ഡോക്ടറെ കാണുമെന്ന് തന്നെ അറിയില്ല. കാരണം 2 മണി തൊട്ട് 3 മണിയാണ് ഡോക്ടർ. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഓടണം എന്നാണല്ലേ. ഓടിപ്പോയി നോക്കാം. ആൾക്കിങ്ങനെ വിശപ്പ് വന്നു തുടങ്ങുമ്പോഴേ ഭയങ്കര ഒരു കരച്ചിലൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പെട്ടെന്ന് പമ്പ് ചെയ്തിട്ട് കുപ്പിയിലാക്കി വെക്കും കേട്ടോ. ഞാൻ ഇലക്ട്രിക് പമ്പും മാനുവൽ പമ്പും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എപ്പോൾ ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എനിക്ക് സ്ഥിരം പറ്റുന്നതാണ്. ഞാൻ എല്ലായിടത്തും ജയാൻ എന്നാണ് പറയല്. കാരണം അതാണല്ലോ യൂസ്ഡ് ആയിട്ടുള്ളത്. സിവാന് നമുക്ക് രജിസ്റ്റർ ആയി വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ബേബി മെമ്മോറിയൽ പോയപ്പോഴും ഞാൻ ഓടി ചെന്നിട്ട് അവരോട് പറയുന്നത് ജയാൻ എന്നാണ്, സിവാനെ കാണിക്കാൻ പോയപ്പോൾ. അപ്പോൾ അവർ ചോദിച്ചു ട്വിൻസ് ആണ്, ട്വിൻസിന്റെ പേരാണോ? ഞാൻ പറഞ്ഞല്ല, മൂത്ത ആളുടെ പേരാണ് എന്നുള്ളത്. കാരണം ബേബിയിൽ പബ്ലൂസിനെ സ്ഥിരമായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓടി ചെന്നിട്ട് ജയാൻ എന്നാണ് പറയുന്നത്. പബ്ലൂസിന് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ എന്താക്കും, ഒരു ബുക്ക് ഒരു പെൻസിലെടുത്ത് കൈ പിടിക്കും. അങ്ങനെ ആകുമ്പോൾ ഓന് ഫോണിൽ അതങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കും. ഇപ്പം എന്നോട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാൻ പറയാണ്. ബാക്കി ഉള്ളിൽ അവൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഫില്ല് ചെയ്തോളൂ. പിന്നെ ഇതാകുമ്പോൾ ഫോൺ അധികം യൂസ് ചെയ്യൂല്ലല്ലോ, നമുക്ക് മോണിറ്റർ ടൈം അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പൊ എന്നോട് ജസ്റ്റ് അതൊന്ന് ഔട്ട്ലൈൻ ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു തരുമെന്ന് പറയാണ്. മനീഷേട്ടനോട് പറഞ്ഞപ്പോൾ മനീഷേട്ടൻ ആ ഒരു പിക്ചർ കണ്ടപ്പോൾ പേടിച്ചു പോയി. മനീഷേട്ടൻ പറഞ്ഞു അയ്യോ ഇതെനിക്ക് വരയ്ക്കാൻ പറ്റില്ലാന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോഴും എനിക്കും അങ്ങനെ വരയ്ക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് അവൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊരു ഔട്ട്ലൈന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ വരച്ച് വെച്ച് കൊടുക്കുകയാണ്. അതാകുമ്പോൾ ബാക്കി അതിലുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ അവൻ്റെ ടൈം സ്പെൻഡായിട്ട് പോയിക്കോളും. പിന്നെ ഇങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പോഴും ഞാൻ കൂടുതൽ അവന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. കാരണം ഇപ്പോൾ അവന് കൂടുതൽ ടൈമും അറ്റൻഷനൊക്കെ വേണ്ട ടൈമാണല്ലോ. അപ്പോൾ മാക്സിമം ഞാൻ അതിനും കൂടി എന്തായാലും ശ്രമിക്കാറുണ്ട്. അവൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, അവൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നോക്കി ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ സ്കാനിങ്ങും കഴിഞ്ഞ് ഡോക്ടറെയും കാണിച്ചു. ഇവിടെ ഇതൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ. ഇത് നോരാമാമി തന്നെ സ്ട്രോളറാണ്. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. നോരാമാമി തന്നെ സ്ട്രോളറിൽ പൊത്തി നോക്കി അച്ചാമ്മേനോട് കഥ പറയാണ്. അച്ചാമ്മേനോട് കഥ പറയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അച്ചാമ്മ? ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം പല സംഭവങ്ങൾ നടന്നു. ഹോസ്പിറ്റലില് ഞങ്ങള് പോയി എന്നെ കാണിച്ചിരുന്നു അല്ലേ. എന്നെ കാണിച്ച സമയത്ത് ഒരു പറഞ്ഞു ഹീലായി വരുന്നുണ്ട്, ബ്ലീഡിംഗ് ഒക്കെ കഴിഞ്ഞോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ബ്ലീഡിങ് കഴിഞ്ഞു, പക്ഷെ കുറച്ചായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ ഒരു ടിഷ്യൂ കുറച്ച് ഓവർഗ്രോൺ ആയതാണ്, അതൊന്ന് കരിയിക്കണം എന്ന് പറയലും ഡോക്ടർ. കരിയിക്കലൊക്കെ പെട്ടെന്നായിരുന്നു. അവനോട് അത് കുറച്ച് എരിച്ചിലുണ്ടാവുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോ എനിക്ക് വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നല്ല കുഴപ്പമൊന്നുമില്ലല്ലോ തന്നെ. ഡോക്ടർ റൂമിൽ ഇറങ്ങി ഒരു 4-5 അടി വെച്ചതും ഭയങ്കര വേദന. അയ്യോ പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ നേരെ അച്ചാമ്മേന്റെ എത്തും. അയ്യോ ആകെ പേടിച്ചു പോയി. ആദ്യത്തെ പ്രസവത്തിനുള്ള ആ കയ്യും കാലും വർക്കില്ലേ, അതാ ഞാൻ ആലോചിച്ചത്. ഞാൻ വിചാരിച്ചു ഇത്രയും വേദനയോ, പോകുമ്പോ കുഴപ്പമൊന്നുമില്ല. ഈ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി നമ്മള് സ്കാനിങ് ചെയ്തോണ്ടിരുന്ന സമയല്ലേ. അതെ ഞാനാകെ പേടിച്ചു പോയി. പിന്നെ ഒരു നടത്താണ് ഇവളെ പുറകെ. ഞാൻ വിചാരിച്ച എവിടെങ്കിലും പോയി ഇരുന്നാ ശരിയാവും.
എന്നിട്ട് ശരിയാകുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വാഷ്റൂമിൽ യൂറിൻ പാസ് ചെയ്യാൻ പോയാൽ ശരിയാവും. യൂറിൻ പാസ് ചെയ്യാൻ പോയിട്ട് എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇരുന്ന് നോക്കി, നിന്ന് നോക്കി, നടന്നു നോക്കി, ഒന്നും ശരിയാവുന്നില്ല. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചാല് അവിടെ പോയി അമ്മേന്റെ അടുത്തിരുന്ന് ഞാനിങ്ങനെ വിറക്കായിരുന്നു. അയ്യോ വേദനിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങിയ പാടെ ഡോക്ടറോട് എന്നെ തിരിച്ചു പോയിട്ട് വേദന ഉണ്ട്, എന്താ ചെയ്യണ്ടേ, അല്ലെങ്കിൽ മരുന്ന് എന്തെങ്കിലും എടുക്കണോ ചോദിച്ചാൽ മതി. പക്ഷെ ഞാൻ ചോദിച്ചില്ല. അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കുക, എങ്ങനെ എന്ത് ചെയ്യണം എന്താക്കണം. എനിക്ക് തോന്നുന്നു ഞാൻ പ്രസവിച്ച സമയത്തിന്റെ ആ സ്റ്റിച്ചിനും എനിക്ക് അത്ര വേദന അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അത്രയും വേദനയായിരുന്നു. അത് കഴിഞ്ഞിപ്പോ കുറച്ച് ദിവസമായി. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ നടക്കായിരുന്നു. എന്നിട്ട് ഞാൻ നടന്ന് പുറത്തു കൂടിയൊക്കെ നടന്നിട്ട് ഞങ്ങള് പാർക്കിങ്ങിന്റെ അവിടെ പോയി. ഫോണാണെങ്കിൽ മനീഷേട്ടന്റെ കയ്യിൽ. അപ്പൊ മനീഷേട്ടന്റെ കയ്യിൽ ഫോണും ഞങ്ങൾക്ക് വിളിക്കാനും പറ്റുന്നില്ല, ഒന്നാക്കാൻ പറ്റില്ല. ഞാൻ നേരെ എന്നിട്ട് പാർക്കിങ്ങിൽ പോയിട്ട് ഞങ്ങളെ വണ്ടീന്റെ അവിടെ പോയി നോക്കി. അപ്പൊ വണ്ടി എടുത്തിട്ടില്ല. അപ്പൊ അപ്പനെ കാണുന്നില്ല. അവസാനം ഒരു നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഞങ്ങള് വിളിച്ച്. അപ്പൊ ഞാൻ അപ്പനോട് പറഞ്ഞു നാളെയുടെ വയ്യാണ്ട് നിൽക്കാണ്, ഒന്ന് വേഗം വാങ്ങാറ്. അപ്പു വന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു കാറിലിരുന്നാ ശരിയാവുന്നു. പക്ഷെ കാറിലിരുന്നിട്ട് ശരിയായില്ല. പിന്നെ ഇരിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങള് വേഗം വീട്ടിലേക്ക് വന്നു. അപ്പോഴൊക്കെ എനിക്ക് അവിടെ ഡോക്ടറോട് ചോദിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ, എന്ത് പറ്റി എന്താണ് പ്രശ്ന. കൊറേ ക്ഷമയായി ഇങ്ങനെ ഇരിക്കുന്നു. എന്റെ കയ്യിൽ ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ നോക്കുമ്പോ നല്ലോണം കാഴ്ചയൊക്കെ കാണുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുത്തിയതായിരുന്നു. അങ്ങനെ ഞങ്ങള് വേറെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ എന്താക്കി, നല്ലോണം ഒരു ഹോട്ട് വാട്ടറിൽ ഇങ്ങനെ, നല്ല ഹോട്ട് വാട്ടർ അല്ല, അത്യാവശ്യം നമുക്ക് ബെയറബിൾ ആയിട്ടുള്ള ഹോട്ട് വാട്ടറിൽ കഴുകി ഇതാക്കിയപ്പോ കഴുകുമ്പോ ഒരു സുഖമുണ്ട്. പിന്നെ വേദന വരുന്നത്, ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ സൈഡൊക്കെ ചേർന്ന് ഓക്കെ ഞാനിങ്ങനെ സൈഡൊക്കെ ചെരിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം ഇരിക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. ഒരു സൈഡിലും ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സൈഡ് ചെരിഞ്ഞിരുന്ന് നോക്കി, നേരെ ഇരുന്ന് നോക്കി, കിടന്നു. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കിടന്നാലും ആശ്വാസം ഉണ്ടാവും. കിടന്നു നോക്കി ഒന്നും ആശ്വാസം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ ഡോക്ടർ നൈറ്റ് ആയപ്പോഴാണ് റിപ്ലൈ തന്നത്. പക്ഷെ അപ്പത്തേക്ക് ഞാനത് കണ്ടില്ല. അതുവരെ ഞാനിങ്ങനെ ഹോട്ട് വാട്ടറിൽ കുറെ കഴുകി അതായത് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ മതിയായിരുന്നു. ഒന്നെങ്കിൽ നടക്കാന്, അല്ലെങ്കിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ കിടക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം പറ്റി നമുക്ക് അത് ചെയ്യാൻ. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു. അത് എനിക്ക് എന്താണെന്നറിയില്ല. ചിലപ്പോൾ അത് എനിക്ക് തോന്നിയത് ഡോക്ടർ ചെയ്തത് നല്ല കാര്യമായിരുന്നു കേട്ടോ, നല്ല കറക്റ്റ് കാര്യമായിരുന്നു. അത് എനിക്ക് എന്തായാലും ചെയ്യും വേണമായിരുന്നു. പക്ഷെ അത് എൻ്റെ ഒരു ചിലപ്പോൾ ഫിസിക്ക് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചത്. അത് കഴിഞ്ഞ് രാത്രിയൊക്കെ ആയപ്പോൾ ഏകദേശം സെറ്റായി, കഴിക്കാൻ പറ്റുന്ന ഒരു വേദനയിലേക്കായി. ഒരു ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് റെഡി ആയി വന്ന്. പിന്നെ ഒരു 2 ദിവസം ആകുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി സെറ്റായി. പ്രൊസീജിയർ ചെയ്തത് നന്നായി തോന്നി. കാരണം അതിനുശേഷം പിന്നെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ചെയ്തത് സമാധാനമായി. ഇപ്പൊ ചെയ്തിട്ട് കുറേ ദിവസം കഴിഞ്ഞ് അന്ന് തിരിച്ചു വന്ന പാടെ വീഡിയോ എടുക്കണം, കാര്യങ്ങൾ പറയണതൊക്കെ വിചാരിച്ചത്. പക്ഷെ ഒന്നിനും പറ്റിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ സംഭവിച്ച കാര്യങ്ങൾ. മറ്റേ കൊച്ചി രാജാവിൽ അത് തോന്നുന്നു ഹരിശേഖർ സാർ പറയുന്നതല്ലേ, കാവടി തുള്ളി പോയപ്പോഴേ എനിക്ക് തോന്നിയതാണ് കാവടി കളിച്ചു പോയ ആളാ ട്രാജഡിയായിട്ട് കിടക്കണ കണ്ടില്ലേ പറയുന്ന പോലെ. ഞാനിവിടുന്ന് പോയത് വെച്ച് ഗ്ലാസ് ഒക്കെ വെച്ച് കാവടി തുള്ളി പോയതാ. അയ്യോ തിരിച്ചു വന്നത് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ താങ്കോടെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. കുട്ടീനെ കണ്ടോ എല്ലാരും? എന്തിനെ കുത്തി കച്ചറുണ്ടാക്കിനേര് ഇരിക്കാൻ പറ്റൂല. നടന്നു നോക്കിയിട്ടൊന്നും ആളുടെ കരച്ചിൽ നിന്നില്ല കേട്ടോ. അത് ആ ഉറക്കത്തിന്റെ കരച്ചിലായിരുന്നു. കുഞ്ഞിന്റെ സ്കാനിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്കാനിങ്ങിന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇതിൽ കുഞ്ഞൻ ഭയങ്കരമായിട്ട് കരയുമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പേടി. കാരണം ആൾക്ക് തീരെ തണുപ്പ് പറ്റില്ല. അപ്പോൾ ആ ജെല്ലൊക്കെ എടുത്തിട്ട് വയറിൽ വെക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആൾ നല്ല സുഖത്തിൽ കിടന്നു. കാരണം നല്ലോണം ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആൾ നല്ല ഓക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം തന്നെ ഒരു സമാധാനമായി, നല്ല സുഖമായിട്ട് ആൾ കിടന്നു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ആ കാര്യത്തിൽ ഭയങ്കര ഒരു ആശ്വാസമായി. ബാത്റൂമിൽ പോയത് എന്താ ഡോർ ക്ലോസ് ചെയ്യാത്ത? ഗുഡ് ബോയ്, നല്ല കുട്ടിയാണപ്പാ. ഫോൺ കളിച്ചാന് 5 മിനിറ്റ്സിൽ എടുത്തു വെക്കണേ. ഓക്കെ ഓക്കെ. അപ്പൊ അതാ ബബ്ലു സുട്ടൻ ഉറങ്ങി. ഇന്ന് ബബ്ലു സുട്ടൻ സ്കൂള് കൂട്ടിട്ടോ, സമാധാനായി. ഇനി കുറച്ച് ദിവസത്തേക്ക് സ്കൂളിലേക്കുള്ള യുദ്ധങ്ങളൊന്നും ഇല്ല. അപ്പൊ ബബ്ലു സുട്ടൻ ഉറങ്ങി, അതേപോലെ തന്നെ ഈസിക്കുട്ടൻ ഉറങ്ങി. അപ്പൊ ഇവർ രണ്ടാളും ഉറങ്ങുന്ന ഗ്യാപ്പിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കുറച്ച് സാധനങ്ങൾ വാഷ് ചെയ്തിടാനും അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഞാൻ വേഗം പോയിട്ട് അതൊക്കെ ചെയ്യട്ടെ. പിന്നെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്, അതും പോയിട്ട് ചെയ്യാനുണ്ട്, തീർത്ത് വെക്കാനുണ്ട്. 2 ദിവസമായിട്ട് തീരെ ആക്റ്റീവ് ആകാനൊന്നും പറ്റിയില്ല. അപ്പൊ എത്രയും വേഗം പോയിട്ട് അതൊക്കെ ചെയ്തു തീർക്കട്ടെ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ കുട്ടി വ്ളോഗ്സ് ആയിട്ട് ഇനിയും വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമന്റ്സിൽ പറയണം. കഴിഞ്ഞ വീഡിയോക്ക് കമന്റ്സിൽ ഭയങ്കര ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ടോ കമന്റ് ബോക്സ്. എനിക്ക് കഴിഞ്ഞ വീഡിയോന്റെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമുക്ക് കുറച്ച് ആൾക്കാരുള്ള പോലെ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി വേണമെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ പറയണം. എനിക്ക് എന്തുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.